Praise the Lord. Hallelujah. Stotram. Thank you, Jesus. Hallelujah. Stotram, 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 stotram. Hallelujah. Stotram, 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 stotram. Hallelujah. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. UGM ഗോസ്പൽ മെസ്സേജ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ പ്രത്യേക സമയത്തും ഇതിന് ശേഷവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ സന്ധ്യയിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി ഈ മാധ്യമത്തിലൂടെ നിങ്ങളുമായി സംവാദിക്കുവാൻ ലഭിച്ച ഈ വലിയ സന്ദർഭത്തിനായി കർത്താവിന് മഹത്വം കരയറ്റുന്നു. വലിയവനായ കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുകയും ഈ വിലപ്പെട്ട സമയം വേർതിരിച്ച് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ ഇതിനായി ക്ഷണിച്ച ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു ജോർജ് അവരോടുള്ള നന്ദിയും പ്രത്യേകമായി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ സന്ധ്യയിലെ നമ്മുടെ വചന ധ്യാനത്തിനായി തിരുവെഴുത്തുകളിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 16-ാം അധ്യായം 30-31 വാക്യങ്ങളാണ് ഇന്ന് സന്ധ്യയിലെ വേദ വിചിന്തനത്തിനായി നാം വായിക്കുന്നത്, കുറിവാക്യമായി എടുക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവരെ പുറത്തു കൊണ്ടുവന്നു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. ഈ അനുഗതമായ തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നേക്ക് ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഗ്രീസ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, അന്ന് മാസിഡോണിയ, അവിടുത്തെ ഒരു പ്രധാന പട്ടണമായ ഫിലിപ്പിൽ നടന്ന ഒരു സംഭവത്തെ കുറിക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന ഒരു ജയിലിലെ ജയിലർ ആ ജയിലിൽ വന്ന തടവുകാരോട് ചോദിച്ച ഒരു ചോദ്യവും ആ ചോദ്യത്തിന് തടവുകാരായി അവിടെ വന്ന ആ ദൈവദാസന്മാർ കൊടുത്ത ഉത്തരവുമാണ് ഇവിടെ വായിച്ചു കേൾപ്പാൻ ഇടയായിത്തീർന്നത്. മാസിഡോണിയ, ഫിലിപ്പി ആ കാലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന പട്ടണമായിരുന്നു, വലിയ ബിസിനസ് കേന്ദ്രമായിരുന്നു. അവിടുത്തെ ഒരു ജയിലധികാരിയോട് കർത്താവിൻ്റെ ദാസന്മാരായ തടവുകാർ പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. ഇതിൻ്റെ സംഭവ പശ്ചാത്തലം അല്പമായി ഒന്ന് ചിന്തിച്ചാൽ, സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം നിമിത്തം ഒരു വ്യക്തിക്കുണ്ടായ രൂപാന്തരം നിമിത്തം, സൗഖ്യം നിമിത്തം, വിടുതൽ നിമിത്തം മറ്റു ചിലർ അസൂയ പൂണ്ട് അപ്പോസ്തലന്മാരായ പൗലോസിനെയും ശീലാസിനെയും ഉപദ്രവിച്ച് കാരാഗൃഹത്തിൽ അടച്ച സംഭവമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. ഈ ഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ 2-3 പ്രധാന കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ദൈവമക്കളെ ഓർപ്പിച്ച് നമുക്ക് ലഭ്യമായ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഒന്ന്, പ്രധാനമായി നാം ചിന്തിക്കുന്നത് രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം. ജയിലിൻ്റെ അധികാരിയായ ആ ജയിലറുടെ ചോദ്യമാണ്, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം. രണ്ടാമത്, ഈ രക്ഷ പ്രാപിച്ചവർ എന്ത് ചെയ്യണം. മൂന്നാമതായി, സ്ഥിരമായ ദൈവാശ്രയവും
ദൈവവിശ്വാസവും ആരാധനയും ദൈവത്തോടുള്ള ബന്ധവും നിലനിർത്തുക എന്ന സന്ദേശം. ഈ 3 പ്രധാന കാര്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. മാനുഷികമായി നാം എടുക്കുന്ന പലതും പലപ്പോഴും പരാജയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് വയ്ക്കുന്ന ഓരോ ചുവടുകളും വിജയത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും നീങ്ങുവാൻ ഇടയായിത്തീരും. ഒന്നാമത്തെ ഭാഗം, രക്ഷ പ്രാപിപ്പാൻ എന്തോ ചെയ്യണം. ആ ചോദ്യം ജയിലർ, ആ കാരാഗ്രഹ പ്രമാണി, അവിടെ തടവുകാരായി വന്ന പൗലോസിനോടും ശീലാസിനോടും ചോദിച്ച ചോദ്യമാണ്. അതൊരു താൽക്കാലികമായി തൻ്റെ ജീവിതത്തിലെ രക്ഷയെക്കുറിച്ചാണ് താൻ ചോദിക്കുന്നതെങ്കിലും തൻ്റെ കൃത്യവിലോപം നിമിത്തം ആ ജയിലിലുണ്ടായ ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടൽ നിമിത്തം തനിക്ക് സംഭവിക്കാമാകുന്ന നഷ്ടത്തെയോ ശിക്ഷയെയോ അതിൽ നിന്നുള്ള തൻ്റെ വിടുതലിനെക്കുറിച്ചാണ് താൻ അവിടെ ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. തൻ്റെ ചോദ്യം താൽക്കാലികമാണെങ്കിലും സർവ ലോകത്തിലുമുള്ള സകല മനുഷ്യരുടെയും എക്കാലത്തെയും ഒരു ചോദ്യവും അതിന് എക്കാലവും ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ ഒരു മറുപടിയുമാണ് അവിടെ തടവുകാരായി പിടിച്ചുകൊണ്ടുവന്ന ആ ദൈവദാസന്മാരിലൂടെ അവിടെ ലഭിപ്പാൻ ഇടയായിത്തീർന്നത്. ഈ സംഭവം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പരിണതഫലമായി വെളിച്ചപ്പാടത്തിയായ ഒരു സഹോദരി, ഒരു സ്ത്രീ അവളുടെ ഭൂതാത്മാവിനെ ശാസിക്കുന്നു. അവൾക്കുണ്ടാകുന്ന സൗഖ്യ നിമിത്തം അവളിലൂടെ ലാഭവും നേട്ടവും കൈവരിച്ചിരുന്നവർക്ക് ഈ അപ്പോസ്തലന്മാരോട് വിരോധവും വിദ്വേഷവും തോന്നുകയും അതിൻ്റെ പരിണത ഫലമായി ഈ സുവിശേഷകരെ ഉപദ്രവിച്ച് പ്രമാണികന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടച്ച ആ സംഭവമാണ് ഇവിടെ നാം കാണുന്നത്. ഈ സംഭവത്തിൽ കാരാഗ്രഹപ്രമാണിയുടെ ചോദ്യം, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തോ ചെയ്യണം? തൻ്റെ ചോദ്യം തനിക്ക് രക്ഷ പ്രാപിക്കുക എന്നത് മാത്രമായിരുന്നെങ്കിൽ അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും തനിക്ക് കൊടുക്കുന്ന മറുപടിയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ മാത്രമല്ല നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന ഉത്തരമാണ് നൽകുവാൻ ഇടയായിത്തീർന്നത്. അതിൻ്റെ താൻ ചോദിക്കുന്നത് ഒരു താൽക്കാലികമായ രക്ഷയും ആ പ്രത്യേക സമയത്തുണ്ടായ ആ പ്രതിസന്ധിയിൽ നിന്നുള്ള നീക്കുപോക്കുമാണ് കാരാഗ്രഹ പ്രമാണി പ്രതീക്ഷിക്കുന്നതെങ്കിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ, അതാണല്ലോ ഈ സൗഖ്യം പ്രാപിച്ച വെളിച്ചപ്പാടത്തിയായ സ്ത്രീ ഈ ദൈവദാസന്മാരെ കുറിച്ച് സംബോധന ചെയ്ത പ്രയോഗം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം ഘോഷിക്കുന്നവർ. രക്ഷാമാർഗം ഘോഷിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ഈ പൗലോസിനും ശീലാസിനും ജയിലറോട് കൊടുക്കാനുള്ള മറുപടി താൽക്കാലികമായ രക്ഷ മാത്രമല്ല, തൻ്റെ മാത്രം രക്ഷയല്ല, വിശ്വസിച്ചാൽ നിത്യമായ ഒരു രക്ഷ, നിത്യമായ ഒരു വിടുതൽ തൻ്റെ ജീവിതത്തിൽ നൽകും. തനിക്ക് മാത്രമല്ല, തനിക്കും തൻ്റെ കുടുംബത്തിനും അത് ലഭിക്കുമെന്ന സന്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക? വൈ ജീസസ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, വീണുപോയ മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ
അനുസരണക്കേട് എന്ന പാപം നിമിത്തം ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയി ഈ മനുഷ്യനെ വീണ്ടും മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിയ ഏക മാർഗം, ഏക പദ്ധതി, അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ ഏകജാതനായ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. നാം ഓരോരുത്തരുടെയും പാപങ്ങൾ തൻ്റെ മേൽ ചുമത്തപ്പെടാനിടയായി തീർന്നു. ലോകത്തിൻ്റെ യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷത്തിൽ അതെങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യഹൂദന്മാരുടെ മത കോടതികളിലും നിയമത്തിൻ്റെ എല്ലാ മേൽക്കോടതികളിലും പല പ്രാവശ്യം വിസ്തരിച്ചിട്ടും തൻ്റെ മേൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് തെളിയിച്ചു. പീലാത്തോസ് പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മരണകരമായതൊന്നും ഇവനിൽ കാണുന്നില്ല എന്ന് താൻ വിസ്തരിച്ച് വിധിച്ചിട്ടും യഹൂദന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കേണ്ടി വന്നു. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് വാസ്തവത്തിൽ ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനും ദീർഘ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ യെശയ്യാവ് എന്ന പ്രവാചകൻ യേശുവിനെ കുറിച്ച് പ്രവചിച്ച ഒരു പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ആ പ്രവചന നിവൃത്തി പോലെ, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഈ ലോകത്തിലെ കുറ്റവാളികൾക്കെല്ലാം നിയമത്തിൻ്റെ ഏതെങ്കിലും പഴുതുകളിലൂടെ രക്ഷപ്പെടാമെങ്കിലും ദൈവിക ന്യായ കോടതിയിൽ നിന്ന് പാപത്തിൻ്റെ പരിണത ഫലമാകുന്ന നിത്യമരണമെന്ന ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവുമില്ലാതിരിക്കുമ്പോൾ, ഈ ലോകത്തെ സ്നേഹിച്ച, സകല മാനവജാതിയെയും സ്നേഹിച്ച യേശു, സ്വർഗത്തിലെ ദൈവം, പിതാവാം ദൈവം, യേശു എന്ന തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ കർത്താവിൻ്റെ മേൽ മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമത്തി മാനവജാതിക്ക് മുഴുവൻ രക്ഷ വരുത്തുവാൻ, യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ തൻ്റെ ചുമലിൽ ഏറ്റ് എല്ലാ കോടതികളും മരണകരമായതൊന്നും ഇവനില്ല എന്ന് വിധിച്ചിട്ടും അവൻ ആ മരണം ഏറ്റെടുക്കാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ ഏക വഴി യേശുക്രിസ്തു ആകുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തലന്മാർ പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നത്. യേശുക്രിസ്തു എന്ന ഏക വഴി യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും നാം വായിക്കുന്നു. 14-ാം അധ്യായം 6-ാം വാക്യം, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക വഴി പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, വീണുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ഇട്ട ഏക പദ്ധതി, യേശുക്രിസ്തു പാപമില്ലാത്തവൻ, പാപികൾക്ക് വേണ്ടി മരിക്കുക, അവനിൽ വിശ്വസിക്കുക, ആ വിശ്വാസം മൂലം, ക്രിസ്തുവിലെ വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കുക എന്നുള്ള ആ ഏക വഴി. സ്തോത്രം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന സന്ദേശം അപ്പോസ്തലനായ പൗലോസ്, ശീലാസ് എന്നിവർ ആ കാരാഗര പ്രമാണിക്ക് കൈമാറുന്നത്. യേശുക്രിസ്തുവിൻ്റെ വഴി, യേശുക്രിസ്തു വഴിയാണ്. അത് സ്നേഹത്തിൻ്റെ വഴിയാണ്, അത് സഹനത്തിൻ്റെ വഴിയാണ്, അത് ക്ഷമയുടെ വഴിയാണ്, അത് സകലരെയും ക്രിസ്തുവിലേക്ക്, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന വഴിയാണ്. സ്തോത്രം. സഹാനുഭൂതിയുടെ വഴിയാണ് യേശുക്രിസ്തുവിൻ്റെ വഴി. അപ്പോസ്തലനായ പീലാത്തോസ് എന്ന് പറയുന്ന ആ ന്യായാധിപതി യഹൂദന്മാരുടെ വലിയ സമ്മർദ്ദത്തിന് മുമ്പിൽ അവൻ മരണകരമായതൊന്നും
ചെയ്തിട്ടില്ല എന്നത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും എങ്ങനെയെങ്കിലും വിട്ടയക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട സമയത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: യേശുവിനെ എന്തു ചെയ്യണം? ആ ചോദ്യത്തിന് വീണ്ടും യഹൂദന്മാരുടെ ചോദ്യം അവനെ ക്രൂശിക്കുക എന്നതായിരുന്നെങ്കിൽ, വേദപുസ്തകം വളരെ അസന്നിഗ്ധമായി പറയുന്നു, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അടുത്ത ഭാഗം: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ന്യായാസനത്തിൽ ഇരിക്കുന്ന പീലാത്തോസിന് യേശുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ വചനം വളരെ കൃത്യമായി പറയുന്നു: യേശുവിനോട് നമ്മുടെ മനോഭാവം, നാം അവനിൽ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? അവൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, മാനവജാതിയുടെ പാപത്തിന് വേണ്ടി താണലോകത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ വഹിച്ച് നമുക്ക് പകരമായി യാഗമായി അവർ ക്രൂശിൽ തറച്ച് മരിച്ചു. ഇത് നാം വിശ്വസിക്കണം. വിശ്വസിച്ച നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം 2-ന്റെ 5-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായത്തിൽ: യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവർ, വിശ്വസിച്ചവർ അവനെ അനുസരിക്കണം. വീണ്ടും താഴോട്ടുള്ള ഭാഗങ്ങൾ മറ്റുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശുക്രിസ്തുവിനെ ആരാധിക്കണം, അവനെ ആരാധിക്കണം. പ്രത്യേകിച്ച് യേശുവിൻ്റെ ജനന സമയത്ത് മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വിദ്വാൻമാർ വന്നു ആ യേശുവിനുള്ള കാഴ്ചയെല്ലാം കൊണ്ടുവന്നിട്ട് യേശുവിനെ അമ്മ മറിയോടും ജോസഫിനോടും കൂടെ കണ്ടെങ്കിലും ഒരു പ്രത്യേക പദപ്രയോഗം അവിടെ പറയുന്നുണ്ട്: വീണ് അവനെ നമസ്കരിച്ചു. ആരാധ്യൻ, ആരാധിക്കുവാൻ യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, പീലാത്തോസിന്, ന്യായാസനത്തിൽ ഇരിക്കുന്ന പീലാത്തോസിന് യേശുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ വേദപുസ്തകം പരിശുദ്ധാത്മാവിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു: നാം അവനിൽ വിശ്വസിക്കണം, അവനെ അനുസരിക്കണം, യേശുവിനെ ആരാധിക്കണം. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവിടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. വീണ്ടും നാം അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം: രക്ഷപ്പെടുവാൻ എന്തോ ചെയ്യണം? പൗലോസിന്റെ, അപ്പോസ്തലന്മാരുടെ സിമ്പിൾ ആൻസർ: യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആകയാൽ ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ ഈ സംഭവ പശ്ചാത്തലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ജീവിതത്തിന്റെ ഏത് തുറയിലുള്ളവരാണെങ്കിലും ഈ പ്രത്യേക ഈ 16-ാമത്തെ അധ്യായത്തിൽ 3 വിധത്തിലുള്ളവർ യേശുവിനെ വിശ്വസിച്ച് രക്ഷപ്പെട്ടത് ഇവിടെ കാണുവാൻ കഴിയും. ഒന്ന്, ലുദിയ എന്ന് പറയുന്ന സ്ത്രീ രക്താംബരം വിൽക്കുന്നവളാണ്. സമൂഹത്തിൽ സാമാന്യം മാന്യതയും നല്ല ബിസിനസ് സക്സസ്സുമുള്ള ഒരു സ്ത്രീ. അവൾ യേശുവിൽ വിശ്വസിച്ചു. അവളും അവളുടെ കുടുംബവും കർത്താവിനെ വിശ്വസിച്ച് അപ്പോസ്തലന്മാർ അവരുടെ വീട്ടിൽ കൈക്കൊണ്ട് സ്നാനമിട്ട് കർത്താവിൻ്റെ അനുയായികളായി തീരാനിടയായിത്തീർന്നു. രണ്ടാമത്തെ വ്യക്തി ഈ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയാണ്. അവൾ യജമാനന്മാർക്ക് ദാസിയാണ്. അപ്പോൾ തന്നെ ഏതോ ഒരു ഭൂതാത്മാവിനും അവൾ വശംവദയായി അതിൻ്റെയും അടിമയായി ജീവിക്കുന്ന വ്യക്തിത്വമാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് കാരാഗ്രഹത്തിന് പ്രമാണിയാകുന്ന ആ ജയിലർ യേശുവിനെ കണ്ടെത്തുന്നു. ജീവിതത്തിൻ്റെ ഏത് ധാരയിലുള്ള വ്യക്തിത്വങ്ങളാണെങ്കിലും യേശുവിലൂടെ രക്ഷ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, നിത്യത പ്രാപിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരധ്യായം കൂടെയാണ് അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായം. എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഏത് തുറയിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ, രക്ഷ നൽകുവാൻ, നിത്യത നൽകുവാൻ കഴിവുള്ള ഏക മാർഗം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, രക്ഷയ്ക്കായി
വായ്കൊണ്ട് ഏറ്റുപറയുക. കാലാകാലങ്ങളിലായി കർത്താവിനെ ഇങ്ങനെ വിശ്വസിച്ച, ഏറ്റുപറഞ്ഞ, അനുഗമിക്കുന്ന പ്രിയപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ട കാര്യം കൂടെ നാം അല്പമായി ചിന്തിക്കുകയാണ്. രക്ഷ പ്രാപിച്ചവർ എന്തോ ചെയ്യണം? രക്ഷിക്കപ്പെടുവാൻ വിശ്വസിക്കണം. അത് യേശുക്രിസ്തുവിലെ വിശ്വാസം നമ്മെ രക്ഷിക്കാൻ കാരണമായി തീരുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ആ വിശ്വാസം ഒരു സേവിങ് ഫെയ്ത്ത് ആണെങ്കിൽ, ആ വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെട്ടവർ വീണ്ടും ഒരു സാങ്ക്ടിഫയിങ് ഫെയ്ത്തിലേക്ക്, വീണ്ടും ശുദ്ധീകരിക്കുന്ന, വിശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരിക്കൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തി ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കുകയും വളരുകയും അതിൽ വർദ്ധിച്ചു വരികയും ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് നിദാനമായിരിക്കുന്നത്, ഇതിന് അനിവാര്യമായിരിക്കുന്നത് നിരന്തരമായ വചന പഠനവും വചന കേൾവിയും. അത് വ്യക്തിപരമായി നാം പഠിക്കണം. കൂട്ടായ്മകളിലൂടെ ദൈവദാസന്മാരുടെ കേട്ട് നാം പഠിക്കുവാനിടയാകണം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനും ആത്മീയ പക്വതയിലേക്കും പരിപോഷണത്തിലേക്കും നയിക്കുന്നതിനും നിരന്തരമായ വചന പഠനവും കൂട്ടായ്മയിലെ ബന്ധവും വളരെ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. ഈ പ്രത്യേക ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അടുത്ത ഭാഗം കാണുന്നത്, പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി, താനും തനിക്കുള്ളവരെല്ലാവരും അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. രക്ഷിക്കപ്പെടുവാൻ വിശ്വസിക്കണം. വിശ്വസിച്ചവൻ വീണ്ടും വചനത്തിൽ പരിശുദ്ധാത്മ നിയോഗപ്രകാരം വചനത്തെ കൂടുതൽ പാനം ചെയ്ത്, വചനമെന്ന മായമില്ലാത്ത പാൽ നിരന്തരം കുടിച്ച് അതിൽ വളരുന്നവരാകണം, നിലനിൽക്കുന്നവരാകണം, വർദ്ധിച്ചു വരണവരാകണം എന്ന് വചനം അനുശാസിക്കുന്നു. വീണ്ടും ഈ വിശ്വാസത്തിൽ ജീവിക്കണം. അപ്പോസ്തല പ്രവൃത്തി തന്നെ 14-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ധാരാളം കഷ്ടം സഹിച്ച, വല്ലാതെ ഉപദ്രവം ഏറ്റ പൗലോസ് ലീഗ തന്റെ അടുക്കൽ കൂടി വന്നിരിക്കുന്ന ജനങ്ങളോട് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. 14-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പക്ഷേ യേശുവിനെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച വ്യക്തിത്വങ്ങൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാകണം. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയെ കുറിക്കുന്ന പല പദപ്രയോഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലിവ് ബൈ ഫെയ്ത്ത്, ലിവ് ഇൻ ഫെയ്ത്ത്, വാക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നടക്കുക. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്തിൽ ഓടുക, റൺ ബൈ ഫെയ്ത്ത്. യൂദായുടെ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക. അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ വ്യക്തിത്വങ്ങൾ ദിനംതോറും ക്രിസ്തുവിൽ വേരൂന്നി വചനം എന്ന മായമില്ലാത്ത പാൽ നിരന്തരമായി പാനം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താലും നിയോഗത്താലും നിയന്ത്രണത്താലും വചനം ദിനംതോറും പഠിച്ച് പക്വതയും പരിജ്ഞാനവും പരിപോഷണവും പ്രാപിച്ചവരായി ക്രിസ്തുവിൽ നിലനിൽക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ അനുശാസിക്കുന്നു. അങ്ങനെ നിൽക്കുന്നവരായ നാം, വചനം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദിനംതോറും വിശ്വാസത്താൽ അവർ ജീവിക്കുവാൻ ഇടയായിത്തീരും, മുമ്പോട്ട് പോകാൻ ഇടയായിത്തീരും. ഈ ക്രിസ്തുവിൽ നിലനിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തീയ ജീവിതം എപ്പോഴും നാം പ്രതീക്ഷിക്കുന്ന പോലെ ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ശുശ്രൂഷകളും എപ്പോഴും പ്രോത്സാഹനങ്ങളും പൂച്ചെണ്ടുകളും ആദരിക്കപ്പെടുന്നതുമായ അവസ്ഥയാകണമെന്നില്ല.
നാം പ്രതീക്ഷിക്കാത്ത നിലകളുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ കടന്നു വരാം. ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് ആ ജയിലിന്റെ അധിപതിയായ വ്യക്തി ആ ജയിൽ തുറക്കപ്പെട്ടു, തൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള തൻ്റെ മേൽവിചാരണയിലുള്ള തടവുകാരെല്ലാം രക്ഷപ്പെട്ടുപോയി എന്ന ചിന്ത തന്നെ ഭരിച്ചിട്ട് തന്നെത്താൻ വാളൂരി കൊല്ലുവാൻ ഭാവിച്ചു. അർത്ഥാൽ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രത്യേക സന്ദർഭമാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളും വീഴ്ചകളും താഴ്ചകളും, അത് വിദ്യാഭ്യാസത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടാകാം, കുടുംബ ജീവിതത്തിലെ വീഴ്ചകൾ ഒരുപക്ഷെ ഉണ്ടാകാം, സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകാം, ജോലി തലങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അങ്ങനെ മനുഷ്യന് താങ്ങുവാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ ദിനംതോറും അഭിമുഖീകരിക്കുന്നുണ്ടാകാം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ഭാഷ, ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യന് ദൈവം കൊടുത്ത ആയുസ്സിനെ, ജീവനെ എടുക്കാൻ അവന് അധികാരമില്ല. ദൈവം നൽകിയ ആയുസ് വരെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ എല്ലാറ്റിനെയും സഹിച്ച് കർത്താവ് വിളിക്കുന്നിടം വരെ നാം ജീവിക്കാൻ തയ്യാറാകണം. മനുഷ്യൻ സ്വയമായി തന്റെ ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്ന ആത്മഹത്യ എന്ന പ്രവണത ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല. മനുഷ്യന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു തന്നെ വഴിയാണ്, യേശു തന്നെ സത്യമാണ്, യേശു തന്നെ ജീവനാണ്. അവൻ ജീവദായകനായ കർത്താവാണ്. അവനെ വിശ്വസിക്കുവാൻ ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ഈ ഭാഗം നമ്മൾ സസൂക്ഷ്മം പഠിച്ചാൽ എന്തുകൊണ്ടും സ്വയം ജീവൻ എടുക്കേണ്ടവരെന്ന് പറയുന്നത് തടവുകാരായ അപ്പോസ്തലനായ പൗലോസും സീലാസുമാണ്. അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് അവരെ യജമാനന്മാരുടെ ലാഭം പോയി എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അടുത്ത പ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയുന്നത് അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചു ഇരിഞ്ഞു. അടുത്ത ഭാഗത്ത് നമുക്കവിടെ കാണാൻ കഴിയുന്നത് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം, സാധാരണഗതിയിൽ ആ കാലഘട്ടത്തിലെ ശിക്ഷാ നിയമങ്ങൾക്കൊക്കെ കൃത്യമായ ചിട്ടയുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ, 1 കുറേ 40 അടി, 39 അടിക്ക് അപ്പുറം അടിക്കാൻ കഴിയത്തില്ല. ഇവിടെ എണ്ണിയല്ല അവരെ അടിച്ചത് വേണം മനസ്സിലാക്കാൻ. ഒരെണ്ണവുമില്ലാതെ, ഒരു കൃത്യതയുമില്ലാതെ വളരെ അടിപ്പിച്ചു. ധാരാളം ഉപദ്രവം സഹിക്കേണ്ടി വന്നു. വീണ്ടും അവരെ തടവിലാക്കി. എന്തുകൊണ്ടും സുവിശേഷം മാത്രം പ്രസംഗിച്ച, ചങ്ങലയ്ക്കോ തടവിനോ ഒന്നും യോഗ്യത വരത്തക്കവണ്ണമുള്ള കുറ്റകൃത്യങ്ങൾ ഒന്നും ചെയ്യാത്ത, യജമാനന്മാർക്കും ഭൂതത്തിനും അടിമപ്പെട്ടിരുന്ന ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു എന്ന ഒരു ദൈവപ്രവൃത്തി മാത്രം ചെയ്ത അപ്പോസ്തലന്മാർ ഇവിടെ ഉപദ്രവം സഹിച്ച് പീഡനത്തിലായി ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ്. വാസ്തവത്തിൽ ഇത് കമ്പയർ ചെയ്താൽ കാരാഗൃഹ പ്രമാണിയാണോ അതോ ഈ ദൈവദാസന്മാരാണോ ആത്മഹത്യ ചെയ്യേണ്ടത്? മനുഷ്യ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്തതുപോലെ പീഡിപ്പിക്കപ്പെട്ട് വസ്ത്രം പറിച്ചുരഞ്ഞ് ധാരാളം ഉപദ്രവം സഹിച്ച് വേദന സഹിച്ച് ആ ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാർ. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, യേശുക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വന്നാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ പ്രവൃത്തിയും ജീവിതവും മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അവന്റെ ജീവിതത്തിൽ എത്ര പ്രതികൂലമുണ്ടെങ്കിലും ദൈവാശ്രയം കുറയത്തില്ല, ദൈവാരാധന കുറയത്തില്ല, പാട്ട് കുറയത്തില്ല, സന്തോഷം കുറയത്തില്ല. ഈ ഫിലിപ്പി കാരാഗൃഹത്തിൽ ഇത്രയധികം വേദന സഹിക്കുന്ന ആ പൗലോസും ശീലാസും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് എല്ലാവരും ഉറക്കം പിടിക്കുന്ന സമയത്ത് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. വെറും പ്രാർത്ഥന മാത്രമായിരുന്നില്ല,
ദൈവത്തെ പാടി സ്തുതിച്ചു. കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ. സ്തോത്രം. ആ കാരാഗ്രഹത്തിൽ അത്രയധികം വേദന അവരുടെ ശരീരത്തിലുണ്ടെങ്കിലും സന്തോഷിക്കാൻ കഴിയുന്ന അപ്പോസ്തലന്മാരെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, കർത്താവിനെ വിശ്വാസത്താൽ സ്വീകരിച്ചു, രക്ഷ പ്രാപിച്ചു. വിശ്വാസം നിലനിൽക്കണം. ആ വിശ്വാസം നമുക്ക് വളരാനിടയാകണം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വേട്ടയാടിയിരിക്കാം. പക്ഷെ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞതുപോലെ നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടിരിക്കുക, തികഞ്ഞ ദൈവാശ്രയത്തിലിരിക്കുക, തികഞ്ഞ ദൈവഭക്തിയോടിരിക്കുക. അതിലും സന്തോഷിക്കാൻ കഴിയട്ടെ. ആ കാരാഗ്രഹത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവിന് കഴിയും. ഈ ഭാഗം പരിശോധിച്ചാൽ 3 അത്ഭുതങ്ങൾ അവിടെ നടന്നത് കാണുവാൻ കഴിയും. ഒന്നാമത്തെ അത്ഭുതം എന്താണ്? വളരെയധികം വേദന സഹിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. ഏത് നിലയിൽ ചിന്തിച്ചാലും ദുഃഖം മാത്രം തളം കെട്ടി നിൽക്കേണ്ട അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർ ഇരുവരും എല്ലാവരും വിശ്രമിക്കുന്ന ഉറങ്ങുന്ന സന്ദർഭത്തിലും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി ആരാധിക്കാൻ കഴിയുന്ന ഒരാന്തരിക സന്തോഷം പ്രാപിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്ന ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിലും ഇങ്ങനൊരു അത്ഭുതം നിങ്ങൾ സംഭവിപ്പാനിടയാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പ്രതികൂലമായിരിക്കുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്ന നിമിത്തം നിത്യസമാധാനവും സന്തോഷവും പ്രാപിക്കാൻ കഴിയുന്ന, ആ സന്തോഷത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരത്ഭുതം നിങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ കാരാഗ്രഹത്തിൽ an attitude of gratitude, വളരെ തൃപ്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന അവരുടെ ജീവിതത്തിലെ നടന്ന ആ ഒരു അത്ഭുതം. സ്തോത്രം. ആ വസ്തുതയാണ് മറ്റൊരു അക്ഷരാർത്ഥത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മറ്റൊരു ഫിസിക്കൽ മിറക്കിൾ അവിടെ സംഭവിക്കാൻ കാരണമായി തീർന്നത്. അവരെ അകത്ത് നടന്ന ആ അത്ഭുതത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്ന അനുഭവം ഉണ്ടായപ്പോൾ അവർക്ക് ബന്ധന കാരണമായ കാരാഗ്രഹം മുഴുവൻ ഇളകുമാറൊരു ഭൂകമ്പം അവിടെ സംഭവിപ്പാനിടയായി തീർന്നു. അവിടെ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ സംഭവിച്ചു. ദൃശ്യമായ ഒരു അടയാളം അവിടെ സംഭവിക്കുന്നത് കാണുവാൻ കഴിയുന്നു. മൂന്നാമത്, ലോകത്തിൽ എവിടെയെങ്കിലും തുറന്നു കിടക്കുന്ന ജയിലിൽ നിന്ന് കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കുന്ന അവസ്ഥ നമുക്ക് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജയിലുകളൊക്കെ തുറന്നു കിടക്കുകയാണെങ്കിലും ഒരു വ്യക്തി പോലും ഓടിപ്പോകുന്നില്ല. അവരെല്ലാവരും അവിടെയുണ്ട്. തുറന്നു കിടക്കുന്ന ജയിലാണെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാതെ അവിടെ തന്നെ കഴിയുന്ന തടവുകാർ. അങ്ങനെ നിരവധി അത്ഭുതങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റെങ്ങും കാണാൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും ഒരിടമായി ആ ജയിലറ മാറുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, രക്ഷപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്പെട്ട ഓരോരുത്തരും നിരന്തരമായി സേവിംഗ് ഫെയ്ത്തിൽ നിന്ന് സാങ്ക്ടിഫൈയിങ് ഫെയ്ത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക്, ദൈവിക പക്വതയിലേക്കും ദൈവിക വിശുദ്ധീകരണത്തിലേക്കും ദിനംതോറും വളരുന്ന വചനമെന്ന മായമില്ലാത്ത പാൽ നിരന്തരമായി കുടിച്ച് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരായി വളരുന്ന ഒരു സ്ഥിതിയിലേക്ക് വളരുവാൻ കഴിയണം. വചനത്തിൽ നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാകണം. മൂന്നാമതായി, ഏത് പ്രതിസന്ധിയിലും ദൈവാശ്രയം വിട്ടുകളയരുത്. മാനുഷികമായി ഉണ്ടാകുന്ന താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഉതകുന്നത് പോലെയുള്ള വിഷയങ്ങളിലേക്ക് പോകാനിടയാകരുത്. നിന്റെ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും മദ്യത്തിനോ മയക്കുമരുന്നുകൾക്കോ താൽക്കാലിക സുഖങ്ങൾക്കോ ഒന്നും അവയെ പരിഹരിപ്പാൻ കഴിയത്തില്ല. അവയെ പരിഹരിപ്പാൻ കഴിയുന്ന ഏക മാർഗമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്.
സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കർത്താവിന് കഴിയും. ആകയാൽ ഈ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും അപ്പോസ്തലന്മാർ സ്വയം പിറുപിറുക്കാനോ ദൈവത്തോട് മറുതലിക്കാനോ ഞങ്ങൾ കാര്യപ്രസക്തമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുവാനും പിറുപിറുക്കുവാനും ഇടയാകാതെ ആ കാരാഗ്രഹത്തിലും അവർ ദൈവത്തെ പ്രാർത്ഥിച്ചു പാടി ആരാധിപ്പാൻ ഇടയായി തീർന്നു. അവിടെ മാനുഷികമായി സംഭവിപ്പാൻ സാധ്യതയില്ലാത്ത ചില സംഭവങ്ങൾ, ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീർന്നു. ആ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചു, വീടടക്കം സന്തോഷിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി ഈ സന്ധ്യയിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിന് തോൽവികൾ നിമിത്തം ജീവിതം മതിയാക്കി കളയാം, ഈ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നേടാൻ അല്ലെങ്കിൽ അല്പസമയത്തേക്ക് മറക്കുവാൻ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ടിരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരും ആ തരത്തിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തുവാണ്. യേശുവിൽ വിശ്വസിക്കുക. കാരാഗ്രഹ പ്രമാണി തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു താൽക്കാലികമായ രക്ഷയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നതെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിത്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ള നിത്യമായി പ്രാപിക്കേണ്ടതായ രക്ഷയെക്കുറിച്ച് അപ്പോസ്തലന്മാർ തന്നെ പറഞ്ഞറിയിക്കുന്ന ഭാഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രമിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യേണ്ടു എന്ന ചോദ്യവുമായി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഏക മാർഗം യേശുക്രിസ്തുവാണ്. അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എഫെസ്യരിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്ന് സന്ധ്യയിൽ അവൻ്റെ രക്തത്താലുള്ള അവങ്കിലുള്ള വിശ്വാസത്താൽ നീതീകരണവും ശുദ്ധീകരണവും രക്ഷയും പ്രാപിക്കപ്പെട്ടവരായി വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഹേമം നൽകട്ടെ. ഈ വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളതല്ലായിരിക്കാം സംഭവിക്കുന്നത്. എന്നാൽ പോലും വിശ്വാസ ജീവിതം തള്ളിക്കളയാതെ, കർത്താവിനോട് പിറുപിറുക്കാതെ, മനുഷ്യരോട് മത്സരിക്കാതെ, പകയും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കാതെ, ഹല്ലേലൂയ, ലഭ്യമായ സന്ദർഭങ്ങളെ ആമേൻ പ്രാർത്ഥനയ്ക്കും പാടി സ്തുതിക്കാനും സന്തോഷിക്കാനും കഴിയുന്നെങ്കിൽ അവിടെ ചില അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവിക വെളിപ്പാടിൽ അവർ ചെയ്ത അതേ ഭാഗം തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു കാണാൻ കഴിയും. ആ ഫിലിപ്പിയ ലേഖനത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നിറങ്ങിയ ലേഖനമാണെങ്കിലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുന്ന പ്രയോഗങ്ങളാണ്. എപ്പോഴും സന്തോഷിക്കുവാൻ, ഏതവസ്ഥയിലും കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുക. പ്രതികൂലങ്ങളിൽ, പ്രശ്നങ്ങളിൽ, ആമേൻ, എതിർപ്പുകൾ, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ പിന്മാറിപ്പോകാതെ ആമേൻ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി പാടി ആരാധിച്ച് സന്തോഷത്തോടെ ക്രിസ്ത്യൻ ജീവൻ നയിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. സ്തോത്രം. മാനുഷികമായി കാണാൻ കഴിയാത്ത നിരവധി അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ടും അനുഭവിച്ചും അന്ത്യത്തോളം ക്രിസ്തുവിന് വേണ്ടി നിലനിൽപ്പാനുള്ള ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഈ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിരവധി പേരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ഓരോരുത്തരും കർത്താവ് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമായി, യേശുവിനെ അറിയാത്തവർക്ക് യേശുവിലേക്ക് വഴികാട്ടിയായി, യേശുവിനെ അറിഞ്ഞവർക്ക് ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ ആവേശമായി തീരേണ്ടതിനായി സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ.